പാഠം 523 യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഹലോ, അത് സത്യഭാമയാണ്. ആ വിദ്യ, എന്താ വിശേഷം? ഓ, നിന്നോട് ആരാ പറഞ്ഞത്? സദാനന്ദ സാറായിരിക്കും. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ പോവും. ആ, നാളെ മറ്റന്നാൾ അവിടെ ചർച്ചയുണ്ട്. തിങ്കളാഴ്ച കേസ്. അഡ്വക്കേറ്റ് സത്യഭാമ ആദ്യമായിട്ടല്ലേ ഹൈക്കോടതി കേസ് വാദിക്കുന്നത്. പിന്നെ ചെലവുണ്ട്. ഞാൻ ചൊവ്വാഴ്ച ഉച്ചയാകുമ്പോഴേക്കും വരും. എന്നിട്ട് വിശദമായിട്ട് ചെലവ് ചെയ്യാം. പോരെ? ശരി. വിദ്യാലക്ഷ്മിയാ, ഞാൻ ഹൈക്കോടതി കേസ് വാദിക്കുന്നതിന് അവക്ക് ചെലവ് ചെയ്യണോന്ന്. ഇതെന്ത് മോന്ത എങ്ങനെ ഇരിക്കണേ? ആ, എനിക്ക് മനസ്സിലായി. ഞാൻ പോകുന്നതിനുള്ള വിഷമാണല്ലേ? എനിക്കൊരു വിഷമമില്ല. ഉണ്ടെങ്കിലും സമ്മതിക്കില്ലല്ലോ. ഇതാണ് ഒരു കാര്യമില്ലാതെ ചില വാശികൾ കാണിച്ചാലുള്ള കുഴപ്പം. ഞാൻ 2 മണിക്ക് പോവാ മോഹനേട്ടാ. പോകണ്ടെന്ന് മോഹനേട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാതിരിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. നീ പോകുന്നില്ല, എനിക്ക് ഒരു പ്രയാസമില്ല. ഇനി നീ ഇങ്ങനെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ അത് നടക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. മോഹനേട്ടന്റെ പ്രയാസം കണ്ട് ഞാൻ എത്ര കേസുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പന്തയം തോക്കുന്നുള്ള പേടിയിൽ ഈ കേസിൽ മോഹനേട്ടനെ തടയില്ല എന്ന് എനിക്കറിയാം. പന്തയം വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പന്തയം വെക്കണം. ചായ. നല്ല ചായ. എന്തൊരു പതിവില്ലാതെ? ഞാൻ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ചായ പോലത്തെ ചായ തന്നെയാണിത്. പക്ഷേ മോഹനേട്ടന്റെ ചായയുടെ രുചി മോഹനേട്ടൻ അന്നേരത്തെ മാനസികാവസ്ഥ പോലെ ഇരിക്കുമല്ലോ. ഇപ്പൊ നല്ല മൂടില്ല, അതുകൊണ്ട് ചായക്ക് നല്ല രുചി എന്ന് പറയും. നീ ഒരു വക്കീലായതുകൊണ്ട് എന്തും പറഞ്ഞു ജയിക്കാനുള്ള സാമർഥ്യം നിനക്കുണ്ട്. പക്ഷെ നീ പറഞ്ഞല്ല സത്യം. ഓഹോ, സത്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നുണ്ടായൊരു സംഭവം മോഹനേട്ടൻ അറിയോ? പറയാതെ ആരെയും ഞാൻ ജോലിസിലല്ലോ. എനിക്ക് പറഞ്ഞ തന്നെ അറിയിക്കാം. ലക്ഷ്മി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണെന്ന് മോഹനേട്ടൻ അറിയാലോ. ആയിരിക്കും. അവർക്ക് ഹൈക്കോടതിയിൽ ഒരു കേസ്. ലക്ഷ്മി പ്രോപ്പർട്ടീസിലെ രാമാനുജൻ സാറ് നേരിട്ട് വക്കീലാഫീസിൽ വന്ന് സദാനന്ദ സാറിനോട് പറയുക, ഹൈക്കോടതിയിൽ ഒന്നെങ്കിൽ സദാനന്ദ സാർ നേരിട്ട് ഹാജരാവണം, അല്ലെങ്കിൽ സത്യഭാമയെ തന്നെ അയക്കണമെന്ന്. ചെറിയ കാര്യമാണോ അത്? അതത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോഹനേട്ടൻ തോന്നൊക്കെയുണ്ട്, പക്ഷേ അത് സമ്മതിച്ചു തരാൻ പയ്യ. സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ വലിയ ആളാണെന്ന് സമ്മതിക്കില്ലാവുമല്ലോ. വില്ലേജ് ഓഫീസറുടെ അസൂയ അതങ്ങ് സമ്മതിച്ചു തരുന്നില്ല. സദാനന്ദ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, സത്യഭാമേ, കക്ഷികൾക്ക് വക്കീലിനെ വിശ്വാസമുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ രാമാനുജൻ സാറിന് സത്യഭാമയെ വലിയ വിശ്വാസമാണ്. പറ്റുമെങ്കിൽ ഹൈക്കോടതി ഹാജരാവാൻ നോക്കൂ എന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, എനിക്ക് ഹൈക്കോടതി കേസ് വാദിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഭാര്യ അടുത്തില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവുള്ള ഭാര്യയായി പോയില്ല ഞാൻ. നിവൃത്തിയില്ല സാറേ എന്ന് ഞാൻ പറഞ്ഞു. ആ കമ്പനിയുടെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട്. അവരോട് ആലോചിച്ച് വേണം കേസ് ഫയൽ ചെയ്യാൻ. അവർക്ക് സൗകര്യം വെള്ളി ശനിയോ. ആ 2 ദിവസം എറണാകുളത്ത് വെച്ച് ചർച്ച നടത്തിയിട്ട് വേണം തിങ്കളാഴ്ച കേസ് ഫയൽ ചെയ്യാൻ. ഞാൻ ആ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോവേണ്ടി വരും. വെള്ളി ശനി ഞായറും തിങ്കളെല്ലാം കഴിഞ്ഞ് ചൊവ്വാഴ്ച വരാൻ പറ്റിയ ഭാഗ്യം. അത്രയും ദിവസം ഞാൻ ഇവിടെ വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് ശ്വാസം മുട്ടി ചത്തുപോകുന്ന എനിക്കറിയാലോ. മോഹനേട്ടനെ പോലെ തൊട്ടാവാടിയായ ഒരു കാര്യവും സ്വന്തമായി ചെയ്യാൻ അറിയാത്ത ഒരു ഭർത്താവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലൊരു പാവം വക്കീലിന് ഈ ജന്മത്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് വാദിക്കാൻ പറ്റുമോ? എന്റെ കഷ്ടകാലം. നീ ആ പറഞ്ഞിട്ടൊന്നിന്റെ അർത്ഥം എന്താ? എനിക്ക് ഒന്നും തനിച്ച് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യുന്നു എന്ന് അല്ലേ? എന്താണ് അതിത്ര സംശയം? ഇതിനു മുന്നേ എനിക്ക് ഹൈക്കോടതിയിൽ എത്ര കേസ് വന്നതാണ്.
എല്ലാ പ്രാവശ്യം മോഹനേട്ടൻ ഇങ്ങനെ മുഖം വീർപ്പിച്ച് കാണിച്ച് അതെല്ലാം അങ്ങ് മുടക്കിയില്ലേ? ഇവിടെ ഒരു ദിവസം ഞാൻ മാറി നിന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ കാര്യം പോക്കാണെന്ന് എനിക്കറിയാത്തൊന്നുമല്ലല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 4-5 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പും ഞാൻ ജീവിച്ചിരുന്നു എന്നെനിക്കറിയാലോ. അത് അന്ന്, അതുപോലെയല്ലോ ഇപ്പോ. ഞാനില്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ എന്റെ മോഹനേട്ടനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടല്ലേ എനിക്ക് ഓരോ പ്രാവശ്യം കേസ് വരുമ്പോഴും മോഹനേട്ടൻ അതിങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞു. ഹൈക്കോടതിയിലെ കേസൊന്നും വാദിക്കാനുള്ള സാമർഥ്യം നിനക്കില്ല, അതെനിക്കറിയാം. വെറുതെ അവിടെ പോയി കേസ് വാദിച്ച് തോറ്റ് നാണം കെടുന്നതിന് കരുതിയാ ഞാനത് സമ്മതിക്കരുത്. ഞാൻ കേസ് വാദിച്ച ജയിക്കുമെന്ന് എന്റെ കക്ഷിക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലോ അവർ എന്നെ കേസ് ഏൽപ്പിച്ചത്. ഞാൻ വാദിക്കുന്ന കേസുകളിൽ എന്റെ കക്ഷിക്കുള്ളതിനേക്കാട്ടിലും കൂടുതൽ താല്പര്യം മോഹനേട്ടൻ എങ്ങനെയാ വരുന്നത്? നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതിൽ എനിക്ക് ഒരു പ്രയാസമില്ല. ഇതൊക്കെ ഇപ്പൊ പറയും, പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോ വില്ലേജ് കാര്യം മാറൂലോ. ഒരിക്കലുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കേസ് വാദിക്കാൻ പൊക്കോട്ടെ. നീ എവിടെയാണോ പോയിക്കോ. മോഹനേട്ടന്റെ വാക്ക് കേട്ട് ഞാൻ കേസേക്കും. പക്ഷെ പോകാൻ നേരം ആവുമ്പോഴേക്കും മോഹനേട്ടൻ ഇങ്ങനെ കവിള് വീർപ്പിച്ച് കാണിക്കും. ഇല്ല, വാക്കാണോ? മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. ശരി, അപ്പോ മോഹനേട്ടന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ സദാൻ സാറിന് വാക്ക് കൊടുക്കാൻ പോവാണ്. ഇനി സമയമാകുമ്പോ അത് മാറ്റി പറയല്ലേ. മാറ്റി പറയില്ല എന്ന് പറഞ്ഞല്ലോ. വ്യാഴാഴ്ച പോയിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച വരുള്ളൂ. ഒരു മാസം കഴിഞ്ഞ് വന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല. മോഹനേട്ടന്റെ വാക്ക് മാറ്റി പറഞ്ഞാലോ? പറയില്ല. പറഞ്ഞാൽ നീ പറയും പോലെ ചെയ്യും. എനിക്ക് 2 സാരി വാങ്ങി തരണം, പിന്നെ ഒരു ചുരിദാറും. 5 സാരിയും 10 ചുരിദാറും വാങ്ങി തരും. അയ്യോ, അപ്പൊ എന്തായാലും സാധാരണ സാറിനെ കണ്ട് ഞാൻ കാര്യം പറയാൻ പോവാ. പറഞ്ഞോ. 1 തരം, 2 തരം, 3 തരം. 3 തരം. പോകണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോകില്ല. പറയണോ? അങ്ങനെ മോഹനകൃഷ്ണനെ തോപ്പിക്കാതെ കരുതണ്ട. ആ, 4 ഷർട്ട് ഞാൻ തേച്ചിട്ടുണ്ടേ. ഇത് 4ാമത്തെ മുണ്ടാ. ഇന്നും നാളെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചത്തേക്കും ഉള്ളതായി. ദേ, ഇനി ഷർട്ടും മുണ്ടും തേച്ച് തരാതെ ഭാമ കളഞ്ഞിട്ട് പോയിന്ന് പറഞ്ഞേക്കല്ലേ. കുഴപ്പമില്ലല്ലോ. തേക്കാണ്ടിരുന്ന മോനോട് എന്ത് ചെയ്യും? എന്ത് ചെയ്യാനല്ലേ? തേക്കാത്ത ഷർട്ടും മുണ്ടിട്ടോണ്ട് പോവും, അല്ലാതെ എന്ത് ചെയ്യാനാ? പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് തിങ്കളാഴ്ചത്തെ കേസിന് ഇന്നേ പോകണ്ടെന്നിരുന്ന. അത് ഞാൻ മോഹനോട് പറഞ്ഞതല്ലേ. ആ കമ്പനിയുടെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് കുറെ പേര് വരുന്നുണ്ട്. അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അവർക്ക് നാളെയും മറ്റന്നാളുമാണ് സൗകര്യം. കേസ് ഏക്കാൻ നേരത്തെ ഞാൻ മോഹനേട്ടനോട് ചോദിച്ചതാണ്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, 3-4 ദിവസത്തേക്ക് എറണാകുളത്ത് താമസിക്കേണ്ടി വരുമെന്നൊക്കെ. അപ്പൊ പന്തയം ചെയ്യിക്കാനുള്ള ആവേശത്തിൽ മോഹനേട്ടൻ എന്നോട് പറഞ്ഞു, ഏയ് എനിക്കൊന്നുമില്ല, നീ വെക്കോന്ന്. മോഹനേട്ടൻ അങ്ങനെ പറഞ്ഞതിന്റെ ആവേശത്തിൽ സദാനന്ദൻ സാറിനോട് ഞാൻ കേസ് ഏക്കാന്ന് പറയുകയും ചെയ്തു. കേസ് ഏക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ കേസ് വാദിക്കണമെങ്കിൽ തിങ്കളാഴ്ച വെളുപ്പിനോട് പോയാ പോരെ? അത് ശരിയാവില്ല മോനട്ടാ. കേസ് ഹൈക്കോടതിയിലല്ലേ. കോടതിയിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നേ കക്ഷികളെ കണ്ടാ മതിയോ? നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? പക്ഷേ നീ ഒരു പെണ്ണാണ്. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് 3-4 ദിവസം താമസിക്കാൻ പറഞ്ഞാൽ പാടാണ്. എന്ത് പാടുന്നു? നമ്മുടെ നാട്ടിലെ എത്രയോ പെണ്ണുങ്ങൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തൊഴിലിന്റെ ഭാഗമല്ലേ മോഹനേട്ടാ? ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ നമ്മൾ സഹിക്കണം. പിന്നെ ഒരു തരത്തിൽ ആലോചിച്ച എന്ത് ബുദ്ധിമുട്ട്? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളപ്പണി ചെയ്യാത്ത, മുറ്റമടിക്കാത്ത, ഷർട്ട് മുണ്ടും അലക്കി തേക്കാത്ത ദിവസങ്ങൾ ആദ്യമായിട്ടല്ലേ വരാൻ പോകുന്നത്. കഴിക്കാൻ എണ്ണം പറഞ്ഞ ഹോട്ടലുകളിൽ നിന്ന് വില കൂടിയ ആഹാരം, ഉറങ്ങാൻ ആഡംബര സൗകര്യമുള്ള കിടപ്പുമുറി, യാത്ര ചെയ്യാൻ കാറ്. സത്യഭാമ ജീവിതത്തിൽ ആദ്യമായി ജീവിതം ആഘോഷിക്കാൻ പോകുന്നു. ആ പന്തയം വെക്കാൻ അപ്പ തോന്നിയില്ലായിരുന്നെങ്കിൽ ഈ അവസരം കൈവിട്ടു പോകില്ലായിരുന്നു. തോറ്റുകൊടുത്താലോ? അവളില്ലാതെ ഇത്രയും ദിവസം കഴിയാന്ന് വെച്ചാല് ഒന്നുകൂടി നോക്കാം.
മോഹനേട്ടാ, ഇന്നത്തേക്ക് കഴിക്കാനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈകിട്ട് ആഫീസിൽ നിന്ന് വരുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോരെ. അത്താഴം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അത് ചൂടാക്കി കഴിക്കാനുള്ളേ. ഇനിയിപ്പോ മോഹനേട്ടനെ ചൂടാക്കാൻ വയ്യെങ്കിൽ ഉത്തമനെ വിളിച്ചാൽ മതി. വേണമെങ്കിൽ രാത്രി ഉത്തമനോട് കിടക്കാനും പറയാം. രാത്രി ഒറ്റയ്ക്ക് ആരോടും മിണ്ടാണ്ട് കൂടി ഇരിക്കുമ്പോ എന്റെ മോഹനേട്ടന് ബോറടിക്കില്ലേ? എന്റെ കാര്യം നോക്കാനൊക്കെ എനിക്കറിയാം. അതോർത്ത് നീ വിഷമിക്കണ്ട. ഇതൊക്കെ ഇപ്പൊ പറയും. ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ലേ? മാമേ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വരാൻ പറ്റുന്ന ദൂരത്തേക്കല്ല ഞാൻ പോകുന്നത്. അത് ഓർമ്മയുണ്ടായ കൊള്ളാം. മോഹനേട്ടോ, അവസാനായിട്ട് ഞാൻ ചോദിക്കുക, പോവാതിരിക്കാൻ ഇപ്പോഴും എനിക്ക് പറ്റും. ഇപ്പൊ മോഹനേട്ടൻ തോൽവി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സദാനന്ദ സാറിനെ വിളിച്ച് കാര്യം പറയും. ഓക്കെ, വാശിക്കട്ടെ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ എന്റെ ഈ യാത്ര കൊണ്ട് 2 ഗുണമുണ്ട്. ഒന്നെങ്കിൽ എന്റെ വില എന്താന്ന് മോഹനേട്ടൻ മനസ്സിലാക്കും. അപ്പൊ മോഹനേട്ടൻ എന്നെ പഴയതിൽ കൂടുതൽ സ്നേഹിക്കും. അല്ലെങ്കിൽ ഞാനില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് മോഹനേട്ടൻ മനസ്സിലാക്കും. അതുമാത്രമല്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ മോഹനേട്ടൻ പഠിക്കുകയും ചെയ്യും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എനിക്കത് സൗകര്യമല്ലേ? ഇനി ഹൈക്കോടതി കേസ് വരുമ്പോ ധൈര്യമായിട്ട് എനിക്കത് കേൾക്കാലോ. മോഹനേട്ടൻ ഒറ്റയ്ക്കാവുന്നുള്ള പേടി വേണ്ടല്ലോ. സാറേ, ഉത്തമൻ കൃത്യസമയത്തെത്തി. ഉത്തമനോട് കൂട്ടിന് വരാൻ പറയാൻ മോഹനേട്ടൻ നാണക്കേടുണ്ടാവും. ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. ഉത്തമനോട് ഉണ്ടെങ്കിൽ എനിക്കതൊരു സമാധാനം. നമസ്കാരം. നമസ്കാരം. സാറില്ലേ? ഉണ്ട്. ഉത്തമൻ എന്തായാലും കൃത്യസമയത്താ വന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോ എറണാകുളത്ത് പോവാ. ഹൈക്കോടതി ഒരു കേസ്. ഹൈക്കോടതിയില്ല? വലിയ പ്രമാദമായ കേസാ. അതൊക്കെ വാദിക്കാൻ ഒരു യോഗം വേണം. ഇന്ന് പോയിട്ട് ഞാൻ അടുത്ത ചൊവ്വാഴ്ചയെ വരൂ. അമ്പമ്പോ അത് മോനേടി സാർ സമ്മതിച്ചാ? സമ്മതിച്ചോന്നൊക്കെ ചോദിച്ചാ നമസ്കാരം സാർ. സാറ് വലിയ ആപത്തിൽപ്പെട്ടിരിക്കല്ലേ ഉത്തമ. ഞാൻ പോകുന്നത് സാറിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പോകുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞതാണ്. അപ്പോ സാറിന് ദുരഭിമാനം. അങ്ങനെ സാറിന് വേണ്ടി ത്യാഗമൊന്നും ചെയ്യണ്ട. ഞാൻ കേസ് വാദിക്കാൻ പോകുന്നതിൽ എതിർപ്പില്ല എന്ന് സാറ് പറഞ്ഞു. എത്ര ദിവസം വേണേലും മാറുന്നുള്ള എന്നോട് പറയുകയും ചെയ്തു. ആള് മോഹനേട്ടനല്ലേ, സമയമാകുമ്പോ അത് മാറ്റി പറയുമെന്ന് പേടിച്ച് ഞാൻ മോഹനേട്ടനോട് സത്യം ചെയ്യിച്ചു. അല്ല, ഇപ്പോഴായാലും എനിക്ക് പോക്ക് മാറ്റി വെക്കാം. പക്ഷേ മോഹനേട്ടൻ പറഞ്ഞ് ഞാൻ പോക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എനിക്ക് 5 സാരിയും 10 ചുരിദാറും വാങ്ങി തരേണ്ടി വരും. പന്തയം അങ്ങനെയാണ്. പോകണ്ടെന്ന് പറയണമെന്നൊക്കെ ഉണ്ട് സാറിന്. പക്ഷേ പന്തയം തോക്കാൻ മടി. അതുകൊണ്ട് ഇങ്ങനെ ഇഞ്ചി നിന്ന് കുറകനെ പോലെ നിക്കുക. എന്തായാലും എനിക്കതങ്ങ് സൗകര്യായി. ഹൈക്കോടതിയിൽ ഒരു കേസ് വാദിക്കണമെന്നുള്ളത് എത്ര നാളായിട്ടുള്ള എന്റെ മോഹ. ഒരു പന്തയത്തിന്റെ പേരിലായാലും അതങ്ങ് നടന്നല്ലോ. ഈ കേസ് ഹൈക്കോടതിയിൽ തോൽക്കുന്നതോടെ ഇവളുടെ അഹങ്കാരം തീരും. ഇനി ജന്മത്ത് ഇവൾ ഹൈക്കോടതി എന്നൊരു വാക്ക് പറയില്ല. പിന്നെ സാറേ, ഞാൻ വന്നതേ നമ്മുടെ ഗംഗാധര സാറിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് സാർ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ഉണ്ട്. ഉത്തമൻ അത് എത്രയും പെട്ടെന്ന് ഗംഗാധര സാറിൽ എത്തിക്കണം. ശരി ശരി. എന്നാലും വക്കീലെ, ഇത്രയും ദിവസം വക്കീൽ ഇവിടെ നിന്ന് മാറിയെന്നാലേ സാറിന്റെ കാര്യം എന്താവും? ഇതെന്തായാലും കുറച്ച് കടന്ന കൈ ആയിപ്പോയി. ആര് മാർദ്ദിക്കുന്നു ഉത്തമ? കേസ് വാദിക്കാൻ ഞാൻ പോകുന്നില്ലല്ലോ. ഓണില്ലേ? ഇത് ഒരു വിരട്ടേ. കേസ് വാദിക്കാൻ പോകുന്ന സദാനന്ദ സാറാ. പക്ഷേ തൽക്കാലം മോഹനേട്ടനൊന്നും വിരട്ടി നിർത്തിയേക്കാൻ ഞാൻ. ഇപ്പൊ സാറുവിന്റെ വിലവൊക്കെ പിടിക്കും. പക്ഷെ ഒരു 1/2 മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും ഈ വാശി അങ്ങ് തീരൂല്ലോ. മാമേ, നീ പോണ്ട എന്ന് വില്ലേജ് ഓഫീസർ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് ചുളുവിൽ ഒരു പന്തയം ചെയ്യിക്കാം. വക്കീലാള് കൊള്ളാലോ. ഉത്തമ, ഇത്രയും ദിവസം ഈ കാട്ടുപോതിനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റുമോ? കേസിന്റെ കാര്യം കേട്ട നിമിഷമേ ഞാൻ സദാനന്ദ സാറിനോട് പറഞ്ഞതാ, ഞാൻ ഇന്റെ സാർ ഒരു നിമിഷം പോലും മോഹനേട്ടനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. അപ്പൊ സാറ് പറയാണ് ഞാനാണ് മോഹനേട്ടനെ വഷളാക്കുന്നത്. ആ പറഞ്ഞത് കുറച്ച് സത്യം തന്നെയാണ്. അതായിക്കോട്ടെ.
മോഹനേട്ടനുമായിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ആ ശ്വാസം മുട്ടി ചത്തുപോകും. ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്നത് ഇതാണ്. രണ്ടുപേർക്ക് ഒരു നിമിഷം പിരിഞ്ഞിരിക്കാനും വയ്യ. ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു വിഷയത്തിൽ ഒരു യോജിപ്പും ഇല്ല. ഉത്തമ, ഇതാണ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ തന്നെ ഗംഗാർ സ്ഥാനം ഏൽപ്പിക്കണം. ഇത് വെച്ചോണ്ട് വായി നോക്കാൻ നടക്കരുത്. ഇല്ല സാറേ. ഉത്തമ, അപ്പൊ ഞാൻ വരുന്നത് വരെ എന്റെ മോഹനേട്ടന് ഒരു സഹായിയായി ഉത്തമൻ ഇവിടെ തന്നെ കാണണം. രാത്രിയിൽ മോഹനേട്ടൻ ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഷ്ടല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉത്തമന് മൊബൈൽ വിളിച്ചോ. ശരി. അവളെ തോൽപ്പിക്കാൻ നോക്കുക. പക്ഷേ അങ്ങനെ തോറ്റു കൊടുക്കില്ല മോഹനേഷൻ. നമുക്ക് അറിയില്ല. സാറിന്റെ സംസാരത്തിൽ ആ ഉറപ്പുണ്ടെങ്കിലും മുഖത്ത് അത് കാണുന്നില്ലല്ലോ. സാറേ, പ്രശ്നം പറഞ്ഞു തീർത്ത് കോംപ്രമൈസ് ആക്കാൻ നോക്ക് സാറേ. ഉച്ചവരെ സമയമുണ്ടല്ലോ, നോക്കാം. ഹലോ, അതെ. നമസ്കാരം സർ. ഞാൻ കൊടുക്കാം. മോഹനേട്ടാ, ഫോൺ. അപ്പൊ ശരി, ഇത് ഞാൻ കൊടുത്തേക്കാം. ആരാ? തഹസീൽദാരാ. ഹലോ, അതെ. നമസ്കാരം സാർ. മോഹനേഷനാ? ഇല്ല, ഓഫീസിലേക്ക് ഇറങ്ങാൻ സമയമായില്ല. ഞാൻ സാധാരണ 9:48 ഇവിടെ നിന്ന് ഇറങ്ങാറുള്ളത്. അതെ സാർ. ഇല്ല, പറഞ്ഞില്ല. എന്ത് സാർ? ഞാനോ? അല്ല, ഇത്തരം കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർ പോയാൽ മതിയോ? അത് ശരിയാണ്. എന്നാലും നാളെ രാവിലെയോ? അത് കുഴപ്പമില്ല സാർ. സത്യത്തിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇങ്ങനൊരു കാര്യം വന്ന് നന്നായി. എന്നാ സാർ തീരുന്നത്? ബുധനാഴ്ച വൈകിട്ട്. ശരി സാർ, ഞാൻ പോയിക്കൊള്ളാം. സന്തോഷം. എവിടെ പോകുന്ന കാര്യം? തിരുവനന്തപുരത്ത്. എന്തിന്? റവന്യൂ വകുപ്പിലെ ജീവനക്കാരുടെ ഒരു സെമിനാർ. നാളെ മുതൽ ബുധനാഴ്ച വരെ. തഹസിൽദാർ പോകാനിരുന്നതാ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കല്ല സുഖമില്ല. പകരം ഞാൻ പോകണമെന്ന്. തഹസിൽദാർക്ക് പകരം വില്ലേജ് ഓഫീസറോ? അത് ഞാൻ ചോദിച്ചു. ഞാൻ പോയാൽ മതി എന്നാണ് തഹസിൽദാർ പറഞ്ഞത്. നാളെ രാവിലെ പോയാൽ ബുധനാഴ്ച വൈകുന്നേരമോ വ്യാഴാഴ്ച രാവിലെ തിരിച്ചെത്തും. നീ എന്താ പറഞ്ഞത്? വെള്ളി, ശനി, ഞായർ, തിങ്കൾ 4 ദിവസം ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കും. എന്തിന്? എന്നൊരൊറ്റ ദിവസത്തെ കാര്യമുള്ളൂ. നാളെ മുതൽ ഞാൻ സർക്കാർ ചെലവിൽ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഇരിക്കും. അത് മാത്രമല്ല, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നീ ഇവിടെ തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാവുകയില്ല. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കും. ഞാൻ ബുധനാഴ്ച രാത്രിയാകുമ്പോഴോ വ്യാഴാഴ്ച രാവിലെയോ മാത്രമേ വരൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായ ഭാമേ? ദൈവമുണ്ടെന്ന് പറയുന്നത്. എന്നെ ഒരു പന്തയത്തിൽ തോൽപ്പിക്കാനായി ഒരു ദൈവമില്ലാതെയാണ് നീ എറണാകുളത്ത് പോകാൻ തീരുമാനിച്ചത്. ഇപ്പോഴാ നീ കളിച്ച കളി നിനക്ക് തന്നെ വിനയായി. എന്തായാലും 4 ഷർട്ട് നീ തെച്ചിട്ടില്ലേ? വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഒരു 3 ദിവസത്തേക്കുള്ള ഷർട്ട് കൂടെ തെച്ചിട്ടോ? അല്ല, നിനക്കത് പറ്റില്ലെന്നാണെങ്കിൽ അത് പ്രശ്നമില്ല. ഞാൻ ഉത്തമനെ വിളിപ്പിച്ചിട്ട് ആരെങ്കിലും കൊണ്ട് തേപ്പിച്ചോളാം. നിന്റെ സഹായം വേണ്ട. പിന്നെ നീ എന്താ പറഞ്ഞത്? ഇന്നൊരു ദിവസത്തേക്കുള്ള ഭക്ഷണം നീ ഉണ്ടാക്കി വെക്കാം, നാളെ മുതൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിച്ചോളാനോ? എന്തിന്? സർക്കാർ ചെലവിൽ തിരുവനന്തപുരത്തെ എണ്ണം പറഞ്ഞ ഹോട്ടലുകളിൽ നിന്ന് ഞാൻ വായ്ക്കുരുചിയുള്ള ഭക്ഷണം വാങ്ങി കഴിച്ചോളാം. മനസ്സിലായോ? അഹങ്കാരി. എന്റെ ഈശ്വരാ, വെളുക്കാൻ വെച്ചത് പാണ്ടായോ? അയ്യോ, ഇനി എന്താ ചെയ്യാ? മോഹനേട്ടാ അങ്ങനെ പോയാലെങ്ങനെയാ? 6
അത് ശരിയാവില്ല. എന്താ ശരിയാവട്ടെ? അല്ല, വീട്ടിലാരും ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ വല്ല കള്ളനും കയറിയാലോ? കള്ളം കയറാതിരിക്കാണല്ലോ വീട് പൂട്ടിയിടുന്നത്. താക്കോല് ഉത്തമനായി കൊടുക്കാം. എന്തായാലും രാത്രി എനിക്ക് കൂട്ടായി നീ ഉത്തമൻ ഏർപ്പാട് ചെയ്ത് നന്നായി. ഉത്തമൻ എല്ലാ ദിവസവും ഇവിടെ നേർന്നോളൂ. അല്ല, പക്ഷെ മോഹനയുടെ ബുധനാഴ്ചയല്ലേ വരുള്ളൂ. 2 ദിവസം ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? 4 ദിവസം എന്നെ ഒറ്റയ്ക്കാക്കുന്നതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ. അപ്പോ 2 ദിവസം നിനക്കും ഒറ്റയ്ക്ക് കിടക്കാം. എന്നാലും ഞാൻ സമ്മതിക്കില്ല. മോഹനയുടെ പോണ്ട. അതോടെ ന്യായം. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നേ മതിയാവുന്നാണോ നീ പറയുന്നത്? അല്ല, ഞാനതിന് പോകുന്നില്ലല്ലോ. നീ ഞാൻ പോകുന്നില്ല. മോഹനേട്ടനെ പേടിപ്പിച്ച് പന്തയം ചെയ്യിക്കാനായി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ മോഹനേട്ടനെ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ പോവോ? ഒരു പന്തയം വെച്ച സ്ഥിതിക്ക് അത് ജയിക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കിയതാ. കള്ളം. അയ്യോ, സത്യമായിട്ടും. സദാനന്ദ സാറ് കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല എന്ന്. സദാനന്ദ സാറ് സത്യപാലം എറണാകുളത്ത് പോകുന്നത്. മോഹനേട്ടനെ വാശി പിടിപ്പിച്ച് പന്തയം ജയിക്കാനായി ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞ എന്നുവെച്ചാ തഹസിൽദാര് തിരുവനന്തപുരത്തുമായിരുന്നല്ലോ പറഞ്ഞത്. പിന്നെയോ? സർക്കാർ ആശുപത്രിക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ഉടമസ്ഥരുമായി ചർച്ച വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 6 മണി വരെ താലൂക്ക് ഓഫീസിൽ വെച്ച്. അതിന് ഞാൻ പോകുന്ന കാര്യമാണ് തഹസിൽദാർ പറഞ്ഞത്. നിന്നെ വെറുതെ പേടിപ്പിക്കാനാ തിരുവനന്തപുരത്ത് പോണെന്ന് പറഞ്ഞത്. നീ പേടിച്ച് എറണാകുളത്ത് പോകാതിരിക്കാൻ വേണ്ടി. എങ്കിൽ പിന്നെ എറണാകുളത്ത് പോകണ്ടെന്ന് പറഞ്ഞ പോലായിരുന്നു. അപ്പൊ ഞാൻ പന്തേ നോക്കില്ലേ? മോഹനേട്ടാ, ശരിക്കും ഇപ്പൊ ആരാ പന്തയം തോറ്റത്? നമ്മൾ രണ്ടുപേരും തോറ്റല്ലോ. അല്ല, ശരിക്കും നമ്മൾ രണ്ടുപേരും ജയിച്ചു. നമ്മൾ ആരാ മക്കള്? പിന്നല്ലാതെ. എത്രയോ കാലമായി ഇവർ തമ്മിലുള്ള മത്സരം ഇങ്ങനെ നടക്കുന്നു. ഓരോ മത്സരവും കൊഴുക്കുമ്പോൾ മറ്റുള്ളവർ കരുതും ഇത്തവണ ഒരു തീരുമാനമുണ്ടാകുമെന്ന്. പക്ഷേ കഥ തീരുമ്പോൾ ഇവർ തന്നെ ജയിക്കുകയും നാട്ടുകാർ തോൽക്കുകയും ചെയ്യുന്ന രീതി ഇത്തവണയും ആവർത്തിച്ചു. ഇനി ഒന്നും പറയാനില്ല. അതിനാൽ ഇന്നത്തേക്ക് വിടാം.